അതെ. ഒരു മിനിറ്റ്. ഈ ചേതൻ ഭഗതിന്റെ ഒക്കെ ബ്ലോഗിൽ സ്ഥിരം ഫോളോവറാണ് ഞാൻ. പക്ഷെ ആനന്ദിന്റെ അത്രയും ഞാനും എന്റെ ഫ്രണ്ട്സും ഒക്കെ ഇഷ്ടപ്പെട്ടു പോയ ബ്ലോഗ് വേറെ ഇല്ല. സത്യം ആനന്ദ്, യു ആർ സോ ഗ്രേറ്റ്. താങ്ക്സ്. ആനന്ദിനെ കൂടുതൽ അറിയാനും പരിചയപ്പെടാനും ഒരു ഗ്യാങ് തന്നെയുണ്ട് ഞങ്ങളുടെ കൂടെ. ഗേൾസാ? കൂടുതൽ ഗേൾസാ, ബോയ്സ് കുറച്ച്. ഇവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമില്ല. എല്ലാവരും എവിടെ? പുറത്തു നിൽക്കാ, വിളിക്കാവരെ. അയ്യോ, എന്റെ കൂടെ എന്ന് പറഞ്ഞ ഓഫീസിലും ഹോസ്റ്റലിലും, അല്ലാതെ ഇവിടെ അല്ല. ഓ, ഞാൻ കരുതി. പാർവതിക്കൊന്നും ആനന്ദിന്റെ ബ്ലോഗ് വായിക്കേണ്ട ആവശ്യം വരത്തില്ലല്ലോ. നിങ്ങൾ ഒരുമിച്ചല്ലേ താമസിക്കുന്നേ? അതെ അതെ അതെ. പിന്നെ എഴുതുന്നതിന്റെ മുമ്പേ ആനന്ദ് ചിലപ്പോ ജീവിച്ച് കാണിച്ചു കളയും അല്ലേ? ജീനിയസ്. റിയലി? യെസ്. ആ ബ്ലോഗിലെ ഓരോ ലൈന്റെയും കോമഡി ഞങ്ങൾ സ്ഥിരം കണ്ട് ചിരിക്കാറുണ്ടായിരുന്നു. കോമഡിക്ക് ഇത്ര പഞ്ഞുള്ള സ്ഥലമാണോ അത്? ആനന്ദിന്റെ കൂടെ താമസിക്കുന്നുണ്ടായിരിക്കും പാർവതി ഇപ്പൊ തമാശയൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതിനാ ബ്ലോഗിൽ അത്രയ്ക്കൊന്നും ചിരിക്കാനില്ല. അത് നീ മാത്രമേ പറയൂ. ചുമ്മാ അസൂയോണ്ട് പറയാ. ശരിയല്ലേ അച്ചു? സോറി, അങ്ങനെ വിളിക്കാലോ അല്ലേ? ചുമ്മാ വിളിക്കണം സാറേ. സാറിന്റെ വലിയ ഫാനല്ലേ അച്ചു? എന്റെ നാരായണ, ഞാൻ തോറ്റു. അതാരാ? അങ്ങേരല്ലേ എന്റെ എല്ലാം. ബ്ലോഗിൽ ഞങ്ങളെ കുറിച്ചൊക്കെ എഴുതുവോ? തീർച്ചയായിട്ടും. പക്ഷെ എന്നെ ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിക്കണം. അടുത്ത ബുധനാഴ്ച രാത്രി 9:30 വിളിച്ച് ഓർമ്മിച്ചാ മതി. താങ്ക് യു. അതെന്താ സാറ് നൈറ്റ് ആണോ എഴുതാറ്? അല്ല, ഈ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്ക് ശേഷം ഈ തമാശകളൊക്കെ വരാ. അതാ. ഓ, അപാര സെൻസ് ഓഫ് ഹ്യൂമർ തന്നെ. തമാശ എന്റെ ജന്മാവകാശാണല്ലോ. അല്ല സോറി, തമാശ എന്റെ ജന്മസിദ്ധമായ കഴിവാണല്ലോ. ആ കഴിവ് നിലനിർത്തിയല്ലേ പറ്റൂ. ഇവൻ അടിക്കുന്ന മൊത്തം വളിപ്പാണല്ലോ. അത് കേട്ട് ചിരിക്കാൻ ഓരോ കഴുതകളും. കഷ്ടം തന്നെ. എന്താ റോയിച്ച ടെൻഷൻ? എന്താ? അല്ല, എന്തോ ടെൻഷനുള്ള പോലെ തോന്നുന്നു. അതെ, അത്യാവശ്യം BP ഉണ്ട്. എന്താണ് വേണ്ടത്? അല്ല, സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട്. നീ ആരാ? മദർ തെരേസയുടെ പിന്തലമുറക്കാരിയാണോ സമാധാനം പറയാൻ? അതല്ല റോയിച്ച, ഞാൻ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക്. നിനക്ക് സമാധാനം വേണോ? എനിക്ക് വേണ്ട. എന്നാ എനിക്ക് അല്പം വേണം. എണ്ടു പോയേ. മാഡം പോണ പോക്ക് കണ്ടപ്പോഴേ ഞാൻ ഓർത്തതാ എല്ലാം ശരിയാക്കിട്ട് വരുമെന്ന്. അപ്പൊ പടി പാളല്ലേ? നീ പറഞ്ഞ ശരിയാ റോയിച്ചൻ, എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ നാക്കിലെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞു പോയിട്ട് എന്താണെന്ന് അറിഞ്ഞൂടാ. ചില സമയം നാക്ക് ഈ ഷോപ്പിൽ വർക്ക്ഔട്ട് ആവില്ല. അത് മാഡത്തിന്റെ കാലം കഴിയാറായതുകൊണ്ട് തോന്നുന്ന. പോടാ അവിടുന്ന്. എന്താ പ്രശ്നം? ഞാൻ ഇടപെടണോ? ഡാ, എന്താടാ റോയിച്ചൻ ആകെ ടെൻഷനിലാണല്ലോ. ഇത് ഞാൻ എൻ്റെ മൂഡ് സെക്കൻഡ് വെച്ചാ ചേഞ്ച് ആവും. ഇപ്പൊ എന്തോ കുന്തോന്ന് ആർക്കാ അറിയാ? എന്തായാലും നിന്റെ ചേട്ടനല്ലേ? ആ ഒരൊറ്റ കൺസിഡറേഷൻ ഞാൻ ഇയാൾക്ക് കൊടുത്തോണ്ടാ റോയിച്ചിന് ഇത്രയും വഷളായത്. നിങ്ങൾ അതും ഇതും ആലോചിക്കാതെ റോയിച്ചിന്റെ മൂഡ് മാറ്റാനുള്ള വഴി നോക്ക്. എടാ, റോയിച്ചിന്റെ മൂഡ് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ ഞാനുണ്ട്. നീ അതോർത്ത് പണി മുടക്കണ്ട. പോയി വല്ല ടേബിളും തുറക്കടാ. പോടാ. ഓ, അപ്പൊ നമ്മള് ചച്ചിയായി. ഓ, അതിനിപ്പോ പ്രത്യേകിച്ച് ആവാനെന്തുവാ? എന്താടാ ഒരു വഴി? വഴി ഒന്നേ ഉള്ളൂ, നീ കണ്ടോ. അപ്പൊ ശരി സാർ, കാണാം. ആ ഫോട്ടോസിൽ ഏറ്റവും നല്ല ഫോട്ടോസ് നോക്കിയിട്ടേക്കണേ. ആയിക്കോട്ടെ സാർ. നമ്മുടെയൊക്കെ ഫോൺ വന്നാ എടുക്കുമല്ലോ അല്ലേ? അയ്യോ, ആരും വിളിക്കാറില്ല എന്ന് പറഞ്ഞ അവൻ എപ്പോഴും പരാതിയാ കേട്ടോ. നിങ്ങളെങ്കിലും ഒന്ന് വിളിക്കണേ. നീ പോടി. അവള് വെറുതെ പറയുന്ന കേട്ടോ. എനിക്ക് കോളൊക്കെ വരാറുണ്ട്. അത് ഞാൻ വിശ്വസിക്കാതിരുന്നാ പോരെ? വിശ്വസിച്ചാലില്ലെങ്കിലും അതാണ് സത്യം. ഇവള് നശിപ്പിക്കും. എങ്ങനെയാ അവളൊന്ന് ഒഴിവാക്കുക? പാറു, കുറച്ച് വെള്ളം ചൂടാക്കോ പ്ലീസ്? ചൂടാക്കാലോ. അച്ചു പോയിട്ട് പോരെ. എന്താ ചെയ്യാ, ജിം ഇൻസ്ട്രക്ടർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യം മാനേഴ്സ് ഇല്ല. മാനേഴ്സിന്റെ കാര്യല്ലേ? ശരിയാ, ഇവനത് ഒട്ടുമില്ല. പിന്നെ അച്ചു, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. നീ കരുതുന്ന പോലെ ഇവന്റെ ബ്ലോഗിലെ സാഹിത്യമൊന്നും ഇവന്റെ ഭാവനയൊന്നും അല്ല. ഇവന്റെ യഥാർത്ഥ ജീവിതമാണ്. സത്യം? അല്ല പിന്നെ അവന്റെ ഫ്രണ്ട്സിനോട് പോയി ചോദിക്കും. അല്ല, ഞാനത് കുറച്ച് ലൈവാക്കാൻ വേണ്ടി പറഞ്ഞതാ. സത്യത്തിൽ അതെന്റെ അഭിനയായിരുന്നു. അപ്പൊ ശരി, കാണാം. വരട്ടെ. പിന്നെന്താ, എപ്പോ വേണേ വന്നോളൂ. അതല്ല, പോയിട്ട് വരാന്ന്. അതന്നെയാ പറഞ്ഞേ, പോയിട്ട് വന്നോളൂന്ന്. പിന്നെ കുട്ടിക്ക് എന്റെ സ്വപ്നത്തിലെ കുട്ടിയുടെ അതേ ചായ. അച്ഛന് ഭാഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അതാ നല്ലത്. വെറുപ്പിക്കണ്ട. പാറു എന്റെ ക്ഷമ പരീക്ഷിക്കരുത്, പറഞ്ഞേക്കാം. ഒരു കോള് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വിളിക്കും. സത്യം പറഞ്ഞ ഒരു ബ്രദറിനെ കൂടെ കിട്ടിയ സന്തോഷം എനിക്ക്.
ബ്രദറാ? അയ്യോ. എപ്പോൾ നോക്കിയാലും റോയിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ. എന്താ റോയിച്ചിൻ്റെ പ്രശ്നം? ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. കോഫി ഷോപ്പ് നന്നായിട്ട് പോകുന്നുണ്ട്. മമ്മയും പപ്പയൊന്നും അടുത്തൊന്നും ജോലി വിട്ട് അവിടെ നിന്ന് പോരുന്നുമില്ല. പിന്നെ മാത്രമല്ല ഞാനും ഇപ്പോൾ ജോലിക്ക് പോകുന്നു. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു കാര്യവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. മതി, എങ്ങോട്ടാ കയറി പോണത്? താഴത്ത് നിന്നാ മതി. അവൻ്റെ ഒരു ഉപദേശം. റോയിച്ച, എന്താ റോയിച്ചിൻ്റെ ഉദ്ദേശം? വാട്ട് ആർ യു ഡൂയിങ് ടു ലൈഫ് മാൻ? ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ പുറത്ത് പോയി എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങിത്തരാം, അല്ലെങ്കിൽ നമുക്കൊരു പിക്ചറിന് പോവാം. ഇത് വെറുതെ അല്ലാണ്ട് പിന്നെ നിർത്തറ. കളിച്ച് കളിച്ച് തോളി കയറുന്ന ചെവിയടിക്കണോ? നീ എന്താ കരുതിയത്? നിന്റെ കളിവെള്ളിയാണെന്നോ ഞാൻ? എണീക്കടാ. എന്റെ മുന്നിലൊന്ന് ഇത്ര സംസാരിക്കാൻ മാത്രം അഹങ്കാരം നിനക്ക്. പുറത്ത് മനുഷ്യനല്പം സ്വസ്ഥത തരില്ലെന്ന് വെച്ച് ഇപ്പൊ എന്താ ചെയ്യാ? ആണിക്കറി കയറി പാവൻ ടോണി ചീഞ്ഞളിഞ്ഞ്. പാവം അടുത്ത ബലിയാട് ടോണി. ചമ്മി കണ്ട് കാണുമോ? ഹലോ, ഞാൻ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാണല്ലോ പിന്നെ എന്തിനാ വിളിച്ചത്? എടാ ശരി, സമ്മതിച്ചു. എല്ലാരും ഒത്തുകൂടുന്ന കാര്യം എന്നെ വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് അവസാന ദിവസം എന്നെ വിളിച്ച് പറയാ ഇന്ന് ഉച്ചയ്ക്കാണെന്ന്. എങ്ങനെ മനുഷ്യൻ വിഷമില്ലായിരിക്കും? നിങ്ങൾ എന്നെ ശരിക്കും ഒറ്റപ്പെടുത്തായിരുന്നില്ലേ? കോളേജ് പിരിഞ്ഞിട്ട് ആദ്യമായിട്ട് നമ്മളൊന്ന് ഒത്തുകൂടുമ്പോ എനിക്ക് എന്തൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നറിയോ? വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. വേണ്ട. അയ്യേ, ഇതായിരുന്നോ കാരണം? പാവം. അയ്യോടാ.